കുട്ടിമണിയുടെ മുന്നിൽ കുഞ്ഞ് സുരക്ഷിതയല്ല എന്ന സീതയുടെ സംശയം മുതലെടുക്കാൻ മതികല ശ്രമിക്കുന്നു. വയലോരം വീട്ടിൽ വരുന്ന ചന്ദ്രുവിനെ കുട്ടിമണി കത്തികാട്ടി ഭീഷണിപ്പെടുത്തുന്നു. കുഞ്ഞുമണിയെ സ്വപ്നം കണ്ടുണരുന്ന കുട്ടിമണി ഉറങ്ങുന്ന കുഞ്ഞിനെ എടുക്കുന്നു. കുട്ടിമണി കുഞ്ഞിനെ ഉപദ്രവിക്കുമെന്ന് മതികല സീതയെ വിശ്വസിപ്പിക്കുന്നു. കുട്ടിമണിക്ക് കുഞ്ഞിനോട് ദേഷ്യമുണ്ടെന്ന് സീത മനസ്സിനോട് പറയുന്നു. കുട്ടിമണിയുടെ കാര്യത്തിൽ ബാലനും സീതയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം. കുട്ടിമണി ആരെയും ഉപദ്രവിക്കാതെ നോക്കിക്കൊള്ളാമെന്ന് മനസ്സിൽ. കമ്പനിയുടെ തലപ്പത്ത് ചന്ദ്രുവിനെ കൊണ്ടുവരണമെന്ന ജലജിയുടെ ആവശ്യം മഹാദേവൻ തള്ളിക്കളയുന്നു. വയലോരം വീട്ടിൽ കുഞ്ഞ് സുരക്ഷിതയല്ല എന്ന് മതികല സീതയുടെ വീട്ടിൽ അറിയിക്കുന്നു. കുഞ്ഞിനെന്ത് പ്രശ്നം? അസുഖം വല്ലതും? അസുഖമല്ല, അപകടം. അപകടമോ? അതെ, അപകടം. കുട്ടിമണി എന്ന അപകടം. ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് 2 തവണയാ കുട്ടിമണി ആ പൊടിക്കൊച്ചിനെ കൊല്ലാൻ നോക്കിയത്. കൊല്ലാൻ നോക്കിയെന്നു? നീ എന്നതാ കൊച്ച ഈ പറയുന്നത്? സത്യം. സംശയമുണ്ടെങ്കിൽ തിരക്കി നോക്ക്. സീതയെടുത്തെ തന്നെ വിളിച്ച് ഇപ്പൊ തന്നെ തിരക്കി നോക്ക്. കുട്ടിമണിക്ക് ഒരു ഭ്രാന്ത. അവൾക്ക് കുഞ്ഞില്ലാത്തതിനാൽ വേറെ ആർക്കും കുഞ്ഞു വേണ്ടാന്നുള്ള വാശിയാണ്. ഇന്നലെ പകല് കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കി. അയ്യോ! അത് സീതയെടുത്തി കൈയോടെ പിടിച്ചു. രാത്രിയിലും അതിന് ശ്രമിച്ചു. അതും സീതയെടുത്തി പിടിച്ചു. വലിയ ബഹളമായിരുന്നു ഇന്നലെ രാത്രി. പെങ്ങക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞതിന് ബാലേട്ടൻ സീതയെടുത്തെ തല്ലി. അയ്യോ! പെറ്റെണീച്ച കൊച്ചിനെ തല്ലിയെന്നോ? അവൻ അതും ചെയ്യും, അതിന്റെ അപ്പുറവും ചെയ്യും. അവനവന്റെ പെങ്ങളല്ലേ വലുത്. ഈ അപകടം മുമ്പിൽ കണ്ട ഞാൻ അവനോട് ഇണങ്ങിയും പിണങ്ങിയും പറഞ്ഞു സീതയും കൊച്ചിനെയും ഇവിടെ നിർത്താൻ. എന്നിട്ട് അവൻ സമ്മതിച്ചോ? ഇല്ലല്ലോ. അവന്റെ ഭ്രാന്തി പെങ്ങള് നമ്മുടെ കൊച്ചിനെ ചുട്ടു തിന്നും. അതാ സംഭവിക്കാൻ പോകുന്നത്. അയ്യോ ദൈവമേ, നമ്മളിനി എന്നാ ചെയ്യും വല്യണ്ണ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അവനെ ഞാനൊന്ന് കാണട്ടെ, ബാലനെ. വഴക്കിനും ബഹളത്തിനൊന്നും പോണ്ട. കാര്യം ഞാനും സീതയെടുത്തിയും പല തവണ പിണങ്ങിയിട്ടുണ്ട്, പല കാര്യത്തിന്. പക്ഷെ ഒരു പൊടി കുഞ്ഞിന്റെ കാര്യം വരുമ്പോ അവിടെ കണ്ണും പൂട്ടി നിൽക്കാൻ പറ്റുമോ? നിങ്ങളുടെ മനസ്സില് ഞാനൊരു വഴക്കാളിയായിരിക്കും. പക്ഷെ ഇക്കാര്യം നിങ്ങൾ സീതയെടുത്തോട് ചോദിച്ചു നോക്ക്. ഞാൻ പറയുന്നതില് 1% കള്ളത്തരം ഉണ്ടോന്ന് തിരക്കി നോക്ക്. ബാലേട്ടനെ സംബന്ധിച്ച് പെങ്ങള് പാവം. അല്ല, അതിന് ബാലേട്ടനെ കുറ്റം പറയാൻ പറ്റുമോ? സ്വന്തം ചോര ആരെങ്കിലും തള്ളി പറയൂ? അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചും വലുതാ. അത് നിങ്ങൾ ബാലേട്ടനെ കൃത്യമായി ധരിപ്പിക്കണം. നിങ്ങൾക്ക് കുഞ്ഞിന്റെ കാര്യത്തിലുള്ള അവകാശവും ഉത്തരവാദിത്വവും ഒക്കെ ബോധ്യപ്പെടുത്തണം. സീതയെടുത്തിയും കുഞ്ഞും ഇവിടെ വന്ന് നിൽക്കട്ടെ, ബാലേട്ടനും വരട്ടെ. അല്ലെങ്കിൽ കുട്ടിമണിയും മനസ്സിനും വേറൊരു വീട് കണ്ടുപിടിക്കട്ടെ. കെട്ടിച്ചു വിട്ട പെമ്പിള്ളേര് ഭർത്താവിന്റെ വീട്ടിലല്ലേ താമസിക്കേണ്ടത്? അത് നേരാ, അങ്ങനെ തന്നെ വേണം. ഒരു കൊച്ചു കുഞ്ഞിന്റെ ജീവന്റെ കാര്യമായതുകൊണ്ടാ ഞാൻ ഇത് പറയാൻ വേണ്ടി ഇതുവരെ വന്നത്. അല്ലാതെ ആരുടെയും കുറ്റം പറയാനോ കുടുംബം കലക്കാനോ അല്ല. വയലോരം വീട്ടില് സീതയെടുത്തിയുടെ കുഞ്ഞ് സുരക്ഷിതമല്ല. എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ എവിടേക്കെങ്കിലും ഒന്ന് മാറ്റണം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. നല്ല നാരങ്ങ വെള്ളം ഞാനുണ്ടാക്കിയതാണെന്ന് പറയത്തേ ഇല്ല. ആവശ്യത്തിന് പുളിയും മധുരവും. എന്നാ പിന്നെ പോട്ടെ ഞാൻ. ബാക്കി നിങ്ങൾ ആലോചിച്ചങ്ങ് തീരുമാനിക്കും. ഞാൻ അന്നേ പറഞ്ഞതല്ലേ പെങ്ങളെ, ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കൂന്ന്. ഇപ്പൊ എന്തായി? എന്റെ വല്യണ്ണ പൂക്കാച്ചോള. ആ പെണ്ണ് നല്ല 1-ാം തരം വഴക്കാളിയാ. നല്ല A ക്ലാസ് കുടുംബം കലക്കി. പക്ഷെ അവളിപ്പോ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളെ കഴമ്പുള്ളതാ. അതെ, സത്യമാ. എന്റെ കുഞ്ഞിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്കത് മാത്രമല്ല, പെറ്റെണീറ്റ് 1 മാസം തികയാത്ത പെണ്ണിനെ തല്ലിയെന്ന് കേൾക്കുമ്പോ അവനെ ഉണ്ടല്ലോ, ആ ബാലനെ മുഖത്ത് നോക്കി ചീത്ത വിളിക്കാനാ തോന്നുന്നത്. വഴക്കൊന്നും വേണ്ട വല്യണ്ണ. കാണിക്കുന്ന തെമ്മാടിത്തനത്തിന് ഒരു പരിധി വേണോടി. അവന്റെ പെങ്ങൾക്ക് ഭ്രാന്തായതിന് നമ്മുടെ കൊച്ചെന്ത് പഠിച്ചു?
എന്ത് ന്യായമുണ്ട് അവൻ അതിനെ തല്ലിയതിന്? ഭാര്യയും ഭർത്താവും അല്ലേ വല്യണ്ണ, അവർക്കിടയിൽ എന്തോന്ന്? എടീ, കല്യാണം എന്ന് പറയുന്നത് സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ, അല്ലാതെ തമ്മിലടിച്ച് പിരിയാനല്ല. സീത ബാലനോട് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവന് ശാസിക്കാം, വേണമെങ്കിൽ ചെറുതായി ശിക്ഷിക്കാം. അല്ലാതെ അവൻ്റെ മന്ദബുദ്ധി പെങ്ങളെ ചോദ്യം ചെയ്താൽ സീതയെ ഉപദ്രവിക്കുന്നത് എവിടെ തന്നെയായ മാടി? അവൾക്കെന്താ ചോദിക്കാനും പറയാനും ആളില്ലേ? വല്യണ്ണം പറയുന്നതൊക്കെ ശരിയാ. നമ്മളിനി എന്തു ചെയ്യും? നമുക്ക് നമ്മുടെ കൊച്ചിൻ്റെ സുരക്ഷയാ പ്രധാനം. ഈ കുടുംബത്തെ ആദ്യം ഉണ്ടായൊരു കൊച്ചാ. അതിനെ കണ്ട പൊട്ടിക്കും ഭ്രാന്തിക്കും വട്ടുതൊട്ടാൻ കൊടുക്കാൻ പറ്റത്തില്ല. അതിന് നമ്മൾ എന്നാ ചെയ്യണം? അത് പറ വല്യണ്ണൻ. നമ്മൾ പോയി നമ്മളെ കൊച്ചിനെ ഇങ്ങ് എടുത്തോണ്ട് വരണം. അങ്ങനെ പറയാന്നല്ലാതെ നടക്കുവോ വല്യണ്ണ? കുഞ്ഞിന്റെ കാര്യത്തിൽ സ്വന്തം അച്ഛനല്ലേ ഏറ്റവും വലിയ അവകാശം. നമുക്ക് അതിന്റെ മീതെയാകാൻ പറ്റുമോ? മാറി നിൽക്കാനല്ലേ പറ്റൂ. എന്ന് വെച്ച് വായ്മൂടി കെട്ടിയിരിക്കാൻ പറ്റൂ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബാലനേക്കാൾ കൂടുതൽ കുറ്റം പറയുന്നത് നിന്റെ മോളെയാണ്. അവളുടെ അതിര് കിടന്ന ഭർത്തൃഭക്തി, അതാണല്ലോ അവൾ നടന്നതെന്നും നമ്മളെ അറിയിക്കാത്തത്. എന്നിട്ടാവും വല്യണ്ണ. എന്തു ഭയം? അവൾക്കൊരു കാര്യം വന്നാൽ നാളെ നമ്മളല്ലേ ഉണ്ടാവുള്ളൂ. അത് അവള് തിരിച്ചറിയണ്ടേ? ഇത് വല്ലതെന്ന് അകലൻ അറിഞ്ഞാലുണ്ടല്ലോ, ഇടിനാശവും വെള്ളപ്പൊക്കവും ഉണ്ടാവും. അയ്യോ, വല്യണ്ണനൊന്നും പറയല്ലേ. ഞാനായിട്ടൊന്നും പറയത്തില്ല. എന്തായാലും വയലോരം വീടൂരൊന്ന് പോണം. നമ്മുടെ മരുമകൻ മഹാനെ ഒന്ന് കാണണം, എന്നിട്ടേ ബാക്കിയുള്ളൂ. അമ്മയുടെ ചൊക്കരമുത്തേ. ദേ, ഒരു സൂത്രം നോക്കിക്കേ. എന്റെ കള്ളിപ്പെണ്ണിനെ ഞാൻ ഒരുക്കാൻ പോവാ കേട്ടോ. എന്റെ മോൾക്ക് നല്ല മിടുക്കിയാവണ്ടേ, നല്ല സുന്ദരിയാവണ്ടേ, അമ്മയുടെ രാജകുമാരി ആവണ്ടേ. അമ്മ മോളെ നല്ല സുന്ദരിയാക്കാം കേട്ടോ. അമ്മയുടെ രാജകുമാരി ആവണ്ടേ മോൾക്ക്, സുന്ദരിയാക്കട്ടോ. അമ്മയുടെ പൊന്നുമോള് പെട്ടെന്ന് വളരണം, മിടുക്കിയാവണം, പെട്ടെന്ന് മുട്ടുകാലി നീന്തണം, പിച്ച വെച്ച് നടക്കണം. നമുക്ക് സ്കൂളിൽ പോണ്ടേ മുത്തേ? നല്ല യൂണിഫോം ഒക്കെ ഇട്ട്, ഷൂസ് ഒക്കെ ഇട്ട്, സോക്സ് ഒക്കെ ഇട്ട്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ് എന്റെ പൊന്നുമോള് സ്കൂളിൽ പോണം. പഠിച്ചു പഠിച്ചു മിടുക്കിയാവണം, സ്കൂളിലെ ഏറ്റവും വലിയ മിടുക്കി. സീതെടുത്തി കുഞ്ഞിനെ ഒരുക്കുവാണോ? കലമോൾക്ക് കണ്ടിട്ടെന്ത് തോന്നുന്നു? അല്ല, കുളിപ്പിച്ചൊരുക്കുവാണെന്ന് തോന്നിയേ. ഒരുക്കി കിടത്തുന്നൊക്കെ കൊള്ളാം, ആ പെണ്ണ് വന്ന് കുളിപ്പിച്ച് കിടത്താതെ നോക്കിക്കോണം. ഞാൻ ശ്രദ്ധിച്ചോളാം. പിന്നെ സീതെടുത്തി, ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? ഞാനിനി അത് പറഞ്ഞ സീതെടുത്തേക്ക് ഇഷ്ടാവൂന്നറിയത്തില്ല. പറയ് കലമോളെ, എന്നിട്ടല്ലേ ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അല്ല, മതികലെ എല്ലാവരുടെയും മുമ്പിൽ പ്രശ്നക്കാരിയാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. അങ്ങനെ ഒരു ഇമേജ് കലയായിട്ട് വരുത്തി വെച്ചതല്ലേ? ഞാൻ ഇമേജിലൊന്നും വിശ്വസിക്കുന്ന ആളേ അല്ല. ഞാനിപ്പോ എവിടുന്നാ വരുന്നതെന്ന് സീതെടുത്തേക്ക് അറിയാമോ? എവിടുന്നാ? സീതെടുത്തിയുടെ വീട്ടീന്ന്. എന്റെ വീട്ടിന്നോ? അതെ, സീതെടുത്തിയുടെ വീട്ടീന്ന് തന്നെ. എന്താ, എനിക്ക് അവിടെ പൊയ്ക്കൂടെ? പോവാം, പക്ഷേ അതിനൊരു കാരണം വേണ്ടേ? അവിടെ പോവാൻ എനിക്കെന്തിനാ പ്രത്യേകിച്ചൊരു കാരണം? സത്യം പറഞ്ഞാ അവിടേക്കായിട്ട് പോയതല്ല കേട്ടോ. ഞാനൊരു പ്രോപ്പർട്ടി നോക്കാൻ പോയതാ സീതെടുത്തിയുടെ നാട്ടില്. എനിക്ക് വേണ്ടിയല്ല, ചന്ദ്രുവേട്ടന് വേണ്ടി. ആ വഴിക്ക് അവിടെ ഒന്ന് കേറി. ഓ, ചന്ദ്രു ഉണ്ടായിരുന്നോ കൂടെ? ഏയ്, ചന്ദ്രുവേട്ടൻ അങ്ങനെയൊന്നും എവിടെയും വരത്തില്ലെന്നേ. ഒരു പ്രത്യേക ടൈപ്പാ. മതിയുടെ ചന്ദ്രുവേട്ടന്റെ മഹാത്മ്യൊന്നും എന്നോട് വർണ്ണിക്കണ്ട, അതെനിക്ക് കേൾക്കുകയും വേണ്ട. എന്റെ ബാലേട്ടന്റെ ദേഹത്ത് കൈവച്ചവനാ. അതങ്ങ് മറക്ക് സീതെടുത്തി.
അത് ചന്ദ്രുവേട്ടന് പറ്റിയ ഒരു തെറ്റ്. ആ, അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയോ? അന്നേ ഞാൻ ചന്ദ്രുവേട്ടന് എതിരല്ലേ പറഞ്ഞത്. അതവിടെ നിക്കട്ടെ. കലമോൾ അവിടെ ചെന്നിട്ട് അതിന്റെ ബാക്കി പറയാം. ചെന്നിട്ടെന്താ, ഞാനൊരു നാരങ്ങ വെള്ളവും കുടിച്ച് തിരിച്ചിങ്ങി പോന്നു. കപ്പയും മീൻകറിയൊക്കെ ഉണ്ടാക്കുന്ന കണ്ടായിരുന്നു കേട്ടോ. എന്നോട് കഴിക്കാനും പറഞ്ഞു. സമയമില്ലായിരുന്നു. കലമോള് വെറുതെ എന്റെ വീട്ടിൽ കയറുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിന്റെ പിന്നിൽ എന്തോ ഉണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടാണോ കലമോള് വന്നത്? കുഴപ്പോ? എന്തു കുഴപ്പം? ഇതാ ഞാൻ പറഞ്ഞത്, എന്നെ ഒരു കുഴപ്പക്കാരിയായിട്ടേ സീതയെടുത്ത് കാണൂന്ന്. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എത്ര വന്നാലും പഠിക്കത്തില്ല. അല്ല പിന്നെ കുട്ടിമണിയോ? വാ, ഇങ്ങ് വാ. ഇങ്ങ് വന്നേ, കൊച്ചു ചോദിക്കട്ടെ. ഇങ്ങോട്ട് വന്നേ. കൊച്ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ. ഇല്ല, വേണ്ട. കൊച്ചോട് ഞാൻ കൂട്ടില്ല. എന്റെ കുഞ്ഞുവനി നരകത്തിൽ പോയെന്ന് പറഞ്ഞല്ല. വേണ്ട. ഞാനങ്ങനെ പറഞ്ഞെങ്കി കുട്ടിമണി എന്നെ തല്ലിയില്ലേ? പിന്നെന്താ, അതിന് കൊച്ചേച്ചി പിണങ്ങിയോ? ഇല്ലല്ലോ. ഒരു കുടുംബമാകുമ്പം അങ്ങനെയാ, വഴക്കും തല്ലൊക്കെ ഉണ്ടാവും. പക്ഷേ ആരും പിണങ്ങാൻ പാടില്ല. ആട്ടെ, കുട്ടിമണി എന്തിനാ അവിടെ മറഞ്ഞു നിന്നത്? കുഞ്ഞിനെ കാണാനാ? അല്ലല്ല, എനിക്ക് കാണാൻ വേണ്ട ആ പറഞ്ഞ കുഞ്ഞിനെ. കുട്ടിമണിക്ക് എന്താ ആ കുഞ്ഞിനോട് ഇത്രയും ദേഷ്യം? എന്റെ കുഞ്ഞുവനെ ദൈവം കൊണ്ടുപോയില്ലേ? അതെ, ഈ കുഞ്ഞിനെ കൊച്ചേച്ചി കുട്ടിമണിക്ക് തന്നാ കുട്ടിമണിയുടെ സങ്കടം മാറൂ? എന്താ? കുളിപ്പിക്കാനും ഒരുക്കാനും കളിപ്പിക്കാനും ഒക്കെ ഒരു കുഞ്ഞില്ലാത്തതല്ലേ കുട്ടിമണിയുടെ പ്രശ്നം. ഈ കുഞ്ഞിനെ ഞാനങ്ങ് വല്യേച്ചിയുടെ കയ്യിൽ നിന്ന് മേടിച്ചു തന്നാ കുട്ടിമണിയുടെ സങ്കടം മാറൂ? ദേഷ്യം മാറൂ? അത് എന്റെ കുഞ്ഞുവനെ അല്ലല്ലോ. അതല്ല, എനിക്ക് കുഞ്ഞുവനോട് മാത്രമേ മൊത്തം ഇരുത്തം വരുള്ളൂ. അല്ല, അതിന് വല്യേച്ചി ആ കുഞ്ഞിനെ തരൂ? അതിന് സാധ്യത തീരെ കുറവാ. പിന്നെ എന്തിനാ കൊച്ചനോട് കുഞ്ഞിനെ തരാന്ന് വന്നത്? ഞാൻ ചോദിച്ചതല്ലേ. വല്യേച്ചി അങ്ങനൊന്നും കുഞ്ഞിനെ തരത്തില്ല. വല്യേച്ചിക്ക് വല്യേച്ചിയുടെ കാര്യമല്ലേ വലുത്. അവർക്ക് കുട്ടിമണിയുടെ സങ്കടം കാണേണ്ട കാര്യമുണ്ടോ? വഴക്കിട്ടാലും പിണങ്ങിയാലും കൊച്ചേച്ചിക്കല്ലേ ഉള്ളൂ കുട്ടിമണിയോട് ഇഷ്ടം. അല്ലേ? അല്ലേ? ഇങ്ങോട്ടൊന്ന് നോക്കിയേ. കൊച്ചേച്ചിയല്ലേ കുഞ്ഞുമണിക്ക് ഉടുപ്പ് വാങ്ങിച്ചോണ്ട് തന്നത്? അത് നേരാ. സത്യത്തിൽ കുട്ടിമണിക്കറിയാത്ത ഒരു കാര്യമുണ്ട്. എന്നതാ? കുട്ടിമണിയും വല്യേച്ചി ആശുപത്രി കിടക്കുമ്പോഴേ ദൈവം ചോദിച്ചു ഏത് കുഞ്ഞിനെ വേണമെന്ന്. ആണോ? ഞാൻ കേട്ടില്ലല്ലോ. കുട്ടിമണി അന്നേരം ഉറക്കമല്ലായിരുന്നോ? ആയിരുന്നോ? പിന്നെ എന്നിട്ട് അന്നേരം വല്യേച്ചി ചാടിക്കേറി പറഞ്ഞു വല്യേച്ചിയുടെ കുഞ്ഞിനെ മാത്രം മതിയെന്ന്. അതല്ലേ കുഞ്ഞുമണിയെ ദൈവം തിരിച്ചു കൊണ്ടുപോയത്. മതിയായിരുന്നു. അല്ലെങ്കിൽ വല്യേച്ചി ദൈവത്തോട് പറഞ്ഞാ മതിയായിരുന്നു കുട്ടിമണിയുടെ കുഞ്ഞിനെ കൂടി വേണോന്ന്. അവരത് പറഞ്ഞതുമില്ല. ഇനിയിപ്പം ഒരു വഴിയേ ഉള്ളൂ. എന്ത് വഴി? വല്യേച്ചിയുടെ കുഞ്ഞിനെ ദൈവത്തിന് തിരിച്ചു കൊടുത്താ കുട്ടിമണിയുടെ കുഞ്ഞിനെ ദൈവം ചിലപ്പോ തിരിച്ചു തന്നേക്കും. തരുവോ? തരുമെന്നാ എനിക്ക് തോന്നുന്നത്. എന്തായാലും കൊച്ചേച്ചി ഇതൊന്നും പറഞ്ഞതായി കുട്ടിമണി ആരോടും പറയണ്ട. കുട്ടിമണിയുടെ കുഞ്ഞുമണിയെ തിരിച്ചു കൊണ്ടുവരാൻ കൊച്ചേച്ചി കൂടെ ഉണ്ട് കേട്ടോ. സത്യമായിട്ടും? സത്യമായിട്ടും. സത്യമായിട്ടും നേരായിട്ടും? സത്യമായിട്ടും നേരായിട്ടും
പിന്നെ സത്യമായിട്ടും പണ്ടത്തെ പോലെ കൊച്ചേച്ചി പറയുന്നത് കുട്ടിമണി അനുസരിക്കണം. കുഞ്ഞുമണിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. ഞാൻ അനുസരിച്ച എനിക്ക് എന്റെ കുഞ്ഞുവിനെ കിട്ടിയാൽ മാത്രം മതി. അത് ഞാൻ ഏറ്റൊന്ന് പറഞ്ഞില്ലേ? ആണോ? അതെ, ഉറപ്പായിട്ടും. മോളുകുട്ടി, നിന്നെ ഇളംവേല് കൊള്ളിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നെ. പക്ഷേ എന്റെ ഈ ചക്കരയെ ഇളംവേല് കൊള്ളിക്കാൻ പോലും അമ്മയ്ക്ക് ഇഷ്ടമല്ല. പക്ഷെ നമുക്ക് ഡോക്ടർ പറഞ്ഞ കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഇത്തിരി വെയിലൊക്കെ അടിച്ച് നല്ല ആരോഗ്യമുള്ള പെണ്ണായിട്ട് ഇങ്ങോട്ട് വരട്ടെ. അല്ലടി പെണ്ണെ, പെണ്ണ്. ആ ദേ അച്ഛ വന്നല്ലോ. അച്ഛാ, ആഹാ, അമ്മയും മോളും കൂടി ഇവിടെ വന്ന് നിൽക്കുകയാണോ കഥയും പറഞ്ഞോണ്ട്? എടി, കൊച്ചു വെയിൽ കൊള്ളുന്ന കണ്ടില്ലേ? ആ ഇത് തന്നെയാ ഞാനിപ്പോ അച്ഛന്റെ മോളോടും പറഞ്ഞോണ്ടിരുന്നത്. ഇവളെ ഇളം വെയില് കൊള്ളിക്കണം. വെയില് കൊള്ളിച്ചു വേണം കുഞ്ഞുങ്ങളെ വളർത്താൻ. അതെനിക്കും ബുദ്ധിമുട്ട്, ബാലേട്ടനും ബുദ്ധിമുട്ട്. വെയിലടിച്ച് ഇത്തിരി വിറ്റാമിനൊക്കെ കിട്ടണ്ടേ? വെയിലടിക്കാതെ കിട്ടുന്ന വിറ്റാമിനൊക്കെ മതി എന്റെ മോൾക്ക്. വെറുതെ അവളുടെ നിറം മങ്ങാനായിട്ട്. കൊച്ചിന്റെ അപ്പനോ നിറം കുറവാ. നീ ഇനി ഇതിനെയും കൂടി ഇരുണ്ട നിറം ആക്കരുത്. ഒന്ന് പോ ബാലേട്ടാ. നിറത്തിൽ എന്ത് കാര്യം ഇരിക്കുന്നു? അതൊന്നും അല്ല കാര്യം. കുഞ്ഞിന് നല്ല ബുദ്ധി വേണം. പഠിക്കാൻ മിടുക്കിയായിരിക്കണം. എല്ലാ കാര്യത്തിലും ഫസ്റ്റായിരിക്കണം. നല്ല ബുദ്ധിയില്ലാതെ കുറെ സൗന്ദര്യവും നിറവും കിട്ടിയിട്ട് എന്താ കാര്യം? നീ അത് കുട്ടിമണി ഉദ്ദേശിച്ച് പറഞ്ഞതാണോ? കുട്ടിമണിക്ക് ബുദ്ധിയില്ല, പക്ഷെ സൗന്ദര്യമുണ്ട്. അയ്യോ ബാലേട്ടാ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ഞാൻ പറഞ്ഞു വന്നപ്പോ അങ്ങനെ അങ്ങ് പറഞ്ഞേ ഉള്ളൂ. അല്ലാതെ എന്റെ മനസ്സിൽ ഒരിക്കലും കുട്ടിമണിയെപ്പറ്റി അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല. ദൈവം നമുക്കൊരു കുഞ്ഞിനെ തന്നു. പണ്ട് കുട്ടിമണി ഇതുപോലെ കയ്യിൽ വെച്ച് ലാളിക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ചിന്തിച്ചിരുന്നതും ആഗ്രഹിച്ചിരുന്നതും ഒക്കെ മിടിമിടുക്കിയായൊരു മോളെ പറ്റിയായിരിക്കും. വളർന്നു വന്നപ്പോഴല്ലേ അറിയുന്നത് സൗന്ദര്യം കൊടുത്ത ദൈവം ബുദ്ധി കൊടുത്തില്ലെന്ന്. ബാലേട്ടൻ ഇങ്ങനൊന്നും പറയല്ലേ. എനിക്ക് കേട്ടിട്ട് പേടിയാകുന്നു. എന്റെ മോൾക്ക് എന്തായാലും ബുദ്ധി കാണും, അതെനിക്ക് ഉറപ്പാ. നല്ല ബുദ്ധിയുള്ള, വിദ്യാഭ്യാസമുള്ള, അനുസരണയുള്ള മോളായിട്ട് വളർത്തണം. നാളെ നമ്മള് രണ്ടുപേരും മരിച്ചു പോയാലും അഭിമാനത്തോടെ നാട്ടുകാര് പറയണം നല്ലൊരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടായതാണെന്ന്. ആഹാ, ഒരു ഫാമിലി ഫോട്ടോ പോലെ ഉണ്ടല്ലോ ഫ്രെയിം. അച്ഛൻ, അമ്മ, കുഞ്ഞ്. അതിനെന്താ കലമോളെ? അല്ല, ഞാൻ പറഞ്ഞതാ ഫാമിലി ഫോട്ടോ പോലെ ഉണ്ടല്ലോ എന്ന്. കലമോൾക്കും ഒരു കുഞ്ഞു വേണോന്ന് തോന്നി തുടങ്ങിയോ? ഓ, എനിക്കിപ്പോഴൊന്നും വേണ്ട. എനിക്കതിനിപ്പം വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ സീതേടത്തി. അതുമാത്രമല്ല, ഞാൻ ഒരു കല്യാണമല്ലേ കഴിച്ചിട്ടുള്ളൂ. കലമോളോട് പലപ്പോഴും ഒന്നും സംസാരിക്കരുതെന്ന് കരുതും. കാരണം കലമോൾക്ക് എപ്പോഴും കുത്തുവാക്ക് പറയാനേ അറിയൂ. പിന്നെ ഒരു വീടല്ലേ, മുഖാമുഖം കാണുമ്പം മിണ്ടിപ്പോകും. എന്റെ സീതേടത്തി, ഞാൻ ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയാമോ? അതൊരു സൈക്കോളജിക്കൽ മൂവാ. എന്ത് സൈക്കോളജിക്കൽ മൂവ്? ആൾക്കാരുടെ മനസ്സ് കുത്തി നോവിക്കുന്നതോ? ഇതാണ് സീതേടത്തിയുടെ കുഴപ്പം. സീതേടത്തി നല്ല പഠിപ്പുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ? തനി നാട്ടുംപുറത്തുകാരി തന്നെ. ഞാൻ നാട്ടുംപുറം കണ്ടാ വളർന്നത്. അതുകൊണ്ട് തന്നെ എന്റെ മനസ്സിൽ ഞാൻ ചായം പൂശാറില്ല, മുഖത്തും. ഓ, എന്ന്. ഞാൻ പിന്നെ മുഖത്തും മനസ്സിലൊക്കെ ചായം പൂശി നടക്കുന്ന ആളാണല്ലോ. പഴയ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? സീതേടത്തി ഇപ്പൊ നിൽക്കുന്ന അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കണം. പണ്ട്
എന്തുമാത്രം ദുരന്തങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന ആളാ സീതയെടുത്തി. പക്ഷേ ഇപ്പം ദൈവം നല്ലൊരു ജീവിതം തന്നില്ലേ? അപ്പോ പഴയ കാര്യങ്ങള് സീതയെടുത്തിയെ സംബന്ധിച്ചു ഒന്നുമല്ല. അവിടുന്നൊക്കെ സീതയെടുത്തി ഒരുപാട് മുന്നോട്ട് വന്നൂന്ന് സീതയെടുത്തിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ പറയുന്നത്. അല്ലാതെ സീതയെടുത്തിയെ കുത്തി നോവിക്കുന്നൊന്നും അല്ല കേട്ടോ. ചക്കരമോളെ, ചക്കരമോളെ, മോളെങ്കി തന്നേ സീതയെടുത്തി, ഞാനെന്ന് എടുക്കട്ടെ. ഓ, അതിനും ബാലേട്ടന്റെ അനുവാദം വേണോ? എന്തായാലും ഞാൻ ഇവളുടെ ഇളയമല്ലേ, അപ്പൊ എനിക്കെടുക്കാൻ അവകാശമുണ്ട്. വാ മോളെ, വാടാ വാടാ. ആ ആ ആ ചക്കര വാവേ, മോളെ വാവേ. ആ പിന്നെ സീതയെടുത്തി, ഞാനിപ്പോ ഒരു കാഴ്ച കണ്ടു. ബാലേട്ടനോ അറിയണം. എന്താ? സീതയെടുത്തി അവിടെ കുഞ്ഞിനെ ഒരുക്കിക്കൊണ്ടിരുന്നില്ലേ? ആ സമയത്തെ ഒരാൾ അവിടെ മറഞ്ഞു നിപ്പുണ്ടായിരുന്നു. ആര്? ആരാച്ചാരി. ആരായിരിക്കും കുഞ്ഞിനെ ഉപദ്രവിക്കാൻ തക്കം നോക്കി നിൽക്കുന്നത്? ഞാൻ പോയതും എന്റെ കാൽച്ചുവട്ടിൽ ടക്കോന്ന് പറഞ്ഞൊരു കല്ല് വീണു. കല്ലോ? ആ കല്ല്. കുട്ടിമണി കല്ല് വെച്ച് അടിച്ചതാ. കുഞ്ഞിന്റെ തല ലക്ഷ്യമാക്കി അടിച്ചത്. ദൈവഭാഗ്യത്തിന് സീതയെടുത്തിയപ്പോ കുഞ്ഞിനെയും കൊണ്ടങ്ങ് എണീറ്റു. അല്ലെങ്കിൽ കുട്ടിമണിയോട് ചോദിക്ക്. ബാലേട്ടാ, ഇങ്ങനെ പോയാൽ എങ്ങനാ? എനിക്ക് പേടിയാകുന്നു. എപ്പോഴും നമുക്ക് കണ്ണും തുറന്ന് കാത്തിരിക്കാൻ പറ്റുമോ? നീ മിണ്ടാതിരിക്കും സീതേ. കുട്ടിമണിയോട് പറഞ്ഞ് നമുക്ക് അവളുടെ മനസ്സ് മാറ്റാം. ആ മാറ്റിയാ കൊള്ളാം. എന്തായാലും ഞാൻ കണ്ട കാര്യം അങ്ങ് പറഞ്ഞു. അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. ഈശ്വര, എന്റെ കുഞ്ഞിനെ കാത്തോണേ. കുട്ടിമണി എവിടെയായിരുന്നു? ഞാൻ അപ്പുറത്ത്. എപ്പുറത്ത്? അപ്പുറത്താന്ന് പറഞ്ഞില്ലേ? അതെവിടെയാണെന്നാ ചോദിച്ചത്. വീടിന്റെ പുറവിലുണ്ടായിരുന്നു. കൊച്ചേച്ചി കണ്ടല്ലോ എന്നെ. ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്തുണ്ടായിരുന്നെന്ന്. എന്തിനാ നീ അവിടെ പോയത്? ചുമ്മാ. എനിക്കെന്താ അവിടെ ഇരിച്ചത്തില്ലേ? നിനക്കവിടെ ഇരിക്കാം. നീ അവിടെ ഇരുന്നപ്പോ വലിയേച്ചി കുഞ്ഞിനെയും കൊണ്ട് ഇരിക്കുന്ന കണ്ടായിരുന്നു? ആ കണ്ടായിരുന്നു, നോക്കുകയും ചെയ്തായിരുന്നു. കണ്ടോ കണ്ടോ? ബാലേട്ടാ, ഞാൻ കുഞ്ഞിനെ കൊണ്ട് കിടത്തട്ടെ. ഇപ്പൊ കൊച്ചേച്ചി പറഞ്ഞത് മോക്ക് മനസ്സിലായോ? കണ്ടോ? കുട്ടിമണി വന്ന പാടെ കൊച്ചിനെയും കൊണ്ട് അകത്തേക്ക് പോയത് കണ്ടോ? ആ കുഞ്ഞിനെ കുട്ടിമണി കാണുന്നത് പോലെ അവർക്ക് ഇഷ്ടമല്ല. എനിക്കത് തോന്നി കൊച്ചേച്ചി, എനിക്കത് തോന്നി. ആ അതാണ്. കലമോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ നീ കുഞ്ഞിനെ താഴെ വെക്കാതെ കൊണ്ടു കിടക്കുന്നത്? എടി, കയ്യിലെ ചൂടും പ്രശ്നമാണ്. ഒന്നാമത് ചൂടുകാലം. നീ അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കിടത്ത്. ഇല്ല ബാലേട്ടാ, കലമോള് പറഞ്ഞത് നമ്മൾ രണ്ടും കേട്ടതല്ലേ. കുട്ടിമണിയോട് ബാലേട്ടൻ ചോദിച്ചതല്ലേ എവിടെയായിരുന്നെന്ന്. കുട്ടിമണിയുടെ മറുപടിയും കേട്ടതല്ലേ. എനിക്ക് കുഞ്ഞിനെ കിടത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പേടിയാ ബാലേട്ടാ. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. മനസ്സിനോട് ഞാനൊന്ന് സംസാരിക്കാം. എനിക്കിത് കേൾക്കുമ്പോഴാ. മനസ്സിനോട് സംസാരിച്ച കുട്ടിമണിയുടെ മാനസികാവസ്ഥ ശരിയാകുമോ? അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും സീതേ? നീ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് എന്നെ ഭ്രാന്താക്കരുത്. എനിക്ക് ഭയങ്കര പേടിയാ. എന്തോ വലിയ ആപത്ത് വരാൻ പോകുന്ന പോലെ. ഒരാപത്തും വരത്തില്ല. ഒക്കെ നിന്റെ തോന്നലുകളാ. നീ ആവശ്യമില്ലാത്ത കാര്യം ചിന്തിക്കാതെ നീ നിന്റെ കാര്യം നോക്ക്. മതികല പറഞ്ഞതിൽ കഴമ്പില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ഇന്നലത്തെ കൊണ്ട് നമ്മൾ അനുഭവസ്ഥരാ. കുട്ടിമണിയുടെ മനസ്സിന്റെ നില തെറ്റിയെന്നുള്ളത് സത്യമല്ലേ? ഇന്നലെ രാത്രി
ആ ശവക്കുഴിയുടെ അടുത്ത് പോയിരുന്നത് കണ്ടില്ലേ? ശവക്കുഴിയോ? നീ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. എടി, ഒരു കുഞ്ഞല്ലേടി അവിടെ കിടക്കുന്നത്. ഓ, കുഞ്ഞൊന്നും അവിടെ ഇല്ലല്ലോ. അതൊരു സങ്കല്പമല്ലേ? സങ്കല്പം ആയാലും മനസ്സിന്റെയും കുട്ടിമണിയുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അല്ലേടി അവിടെ കുഴിച്ചിട്ടിരിക്കുന്നത്. ബുദ്ധിയില്ലെങ്കിലും അവളൊരമ്മയല്ലേ. അപ്പൊ പിന്നെ അവൾ അവിടെ പോയതിനെ ഭ്രാന്തായിട്ട് കാണാൻ പറ്റുമോ? എനിക്കിതൊന്നും അറിയത്തില്ല. സത്യമായിട്ടും എനിക്കിതൊന്നും അറിയത്തില്ല ബാലേട്ടാ. എനിക്ക് എന്റെ കുഞ്ഞിന്റെ കാര്യത്തിലാ പേടി. ആദ്യം കല പറഞ്ഞപ്പോ ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചില്ല. അറിയാവല്ലോ, മതികളെ ഏത് കാര്യവും കുറച്ച് ഊതി പെരുപ്പിച്ചേ പറയൂ. അങ്ങനെയാണെന്നാ ഞാനും കരുതിയെ. നീ വിഷമിക്കാതെ, ഒന്നുമില്ല, നമുക്കൊരു വഴിയുണ്ടാക്കാം. എന്തായാലും കുഞ്ഞിനെ നോക്കുക എന്നുള്ളതാണല്ലോ അമ്മയായി നിന്റെ ജോലി. നീ എപ്പോഴും നമ്മുടെ കുഞ്ഞിന്റെ അടുത്ത് ഇരുന്നാ മതി. അത്രേ ഉള്ളൂ. ഒന്നും ചെയ്തില്ലെങ്കിലും ഞാൻ എന്റെ കുഞ്ഞിന് കാവലിരിക്കത്തേ ഉള്ളൂ. 1-2 ദിവസം കൂടി കഴിയുമ്പോൾ കുട്ടിമണിയുടെ മനസ്സ് മാറുപടി. എനിക്കത് ഉറപ്പാ. ഈ കുഞ്ഞിനെ കണ്ട് ഇഷ്ടപ്പെട്ട് അവള് തന്നെ അതിന് കാവലിരിക്കുന്ന സമയം വരും. അങ്ങനെ വരുവോ ബാലേട്ടാ? വരാതെ പിന്നെ. എടി, ഒരു പാവക്കുട്ടിയെ പ്രാണനെ പോലെ സ്നേഹിച്ചുകൊണ്ട് നടക്കുന്നവളാ കുട്ടിമണി. ഇപ്പൊ അവളുടെ മനസ്സിൽ അവളുടെ കുഞ്ഞു മരിച്ചു പോയതിന്റെ രോഷവും സങ്കടവും ഒക്കെ. അതൊക്കെ മാറും, ഉടനെ മാറും. നീ നോക്കിക്കോ. എന്റെ ഈശ്വര, അങ്ങനായിരുന്നെങ്കിൽ ഒരു പേടിയും കൂടാതെ എന്റെ മുത്തിനിവിടെ വളരായിരുന്നു. ഒരു പേടിയും കൂടാതെ ഇവളിവിടെ വളരും. വയലോരം വീട്ടിലെ രാജകുമാരിയായിട്ട് തന്നെ വളരും. അക്കാര്യത്തിൽ എന്റെ ഭാര്യയ്ക്ക് ഒരു സംശയം വേണ്ട. അല്ലടി അച്ഛന്റെ പൊന്നുകുട്ടി? എന്റെടി അച്ഛ ഇപ്പൊ കടയിൽ പോയിട്ട് ഉടനെ വരാട്ടോ. അച്ഛ വരുമ്പോ പാപ്പം കൊണ്ടുവരണോ? നല്ല അച്ഛ. പേരിടിയിൽ പോലും കഴിയാത്ത കുഞ്ഞിനാ പാപ്പം. കുറച്ച് അരിമുറുക്ക് വാങ്ങിച്ചു കൊടുത്താലേ ഇപ്പൊ അച്ഛയുടെ മോള് കറുമുറ കടിച്ചു തിന്നും. വാങ്ങിച്ചു കൊടുപാലേട്ടാ. എടി, ചുമ്മാ ചോദിച്ചതടി. ഞാൻ കൊണ്ടുവരുന്ന പലഹാരപ്പതി നോക്കി അവൾ ഈ ഉമ്മരത്തിണ്ണയിൽ ഇരിക്കുന്നതാണല്ലോ എന്റെ ഏറ്റവും വലിയ സ്വപ്നം. അവളൊന്ന് പെട്ടെന്ന് വളർന്നാ മതി. ടാറ്റാ. ടാറ്റ പറ അച്ഛക്ക് മോള്. ടാറ്റാ അച്ഛാ, ടാറ്റാ. ഇതാരാ ഇപ്പോ? എത്രയാടാ കൊച്ചനെ? 110. 100 റൗണ്ട് ചെയ്ത് നിർത്താൻ പറ്റുമോ? പണ്ട് റൗണ്ട് ചെയ്ത് നിർത്തിയില്ല അമ്മാവാ, അതുപോലെ. ഓ, തമാശക്കാരൻ. അമ്മയും അമ്മാമയോ? എന്തുണ്ട് ബാല വിശേഷം? എവിടേക്കെങ്കിലും പോകാൻ ഇറങ്ങിയതാണ്. എന്തായാലും ഇത്തിരി കഴിഞ്ഞു പോകാം. ഞാൻ പോയിട്ട് എനിക്കിത്തിരി. എന്തോന്ന് ധൃതി ബാല? ഞങ്ങൾ അവിടെ നിന്ന് ഇതുവരെ വന്നതല്ലേ. ബാലനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇറങ്ങു ബാല. എന്താ അമ്മ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അത് ശരി. കെട്ടിച്ചു വിട്ട മോളെ കാണാൻ പെറ്റതള്ളക്ക് നോട്ടീസ് അയച്ചിട്ട് വേണോടി വരാൻ. അമ്മൂമ്മയുടെ പൊന്നേ. ബാല, ചില വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലോ. എന്ത് വിശേഷം? അല്ല, വിശേഷമൊന്നും പറയാൻ പറ്റത്തില്ല. കേൾക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ. തെളിച്ചു പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. തെളിച്ചങ്ങ് പറയാം. പെറ്റണീറ്റ പെങ്കൊച്ചിനെ നീ കൈവച്ചെന്ന് കേട്ടല്ലോ. അവളുടെ കരണം അടിച്ചു പൊട്ടിച്ചെന്നു. അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി. ഓ, ഉടനെ അതങ്ങ് അറിയിച്ചോ? സത്യമായിട്ടും ബാലേട്ടാ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അവള് പറഞ്ഞതൊന്നുമല്ല. ഇവിടെ എന്ത് നടന്നാലും ഞങ്ങളും അറിയും. ഞങ്ങള് ബന്ധുക്കാരല്ലേ. എന്നാലും ബാല, വഴക്കു പറയാം, ദേഷ്യം കാണിക്കാം. അവളെ ഉപദ്രവിക്കുന്ന എന്തിനാ? ഇപ്പോ പ്രസവ ശുശ്രൂഷ ചെയ്യേണ്ട സമയമല്ലേ? ചില ഭർത്താക്കന്മാരെ ശുശ്രൂഷിക്കുന്നത് ഇങ്ങനെയാ. നീ കൊച്ചിനെയും കൊണ്ട് അകത്തു പോവങ്ങളെ. ഇവിടെ നിന്ന് വെയിലടിക്കണ്ട, ഒടുക്കത്തെ ചൂടല്ലേ. മുറിയിൽ കൊണ്ട് കിടത്തി ആ ഫാൻ ഇട്ടോളൂ. വാ മോളെ, വാ. അമ്മൂമ്മയുടെ വാവേ, എന്തിടാ? ചക്കരക്കുട്ടി കിടന്നോട്ടോ. ഇവിടെ എന്തൊക്കെയാ മോളെ നടക്കുന്നത്? ഇവിടെ എന്ത് നടന്നെന്ന്? നീ പിന്നെ ഒന്നും തുറന്നു പറയല്ലോ. അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്ത് കാര്യവും ഉള്ളിലടക്കി വെച്ചോളും. പക്ഷെ ഞങ്ങൾ അറിഞ്ഞു. അമ്മ എന്തായി പറയുന്നേ? ഇവിടെ എന്ത് നടന്നെന്നാ? ഇവിടെ ഒന്നും നടന്നിട്ടില്ല. കഴിഞ്ഞ പകലും രാത്രിയായിട്ട് ഒന്നും നടന്നിട്ടില്ലേ? അമ്മേ, അത്
ആശുപത്രി വെച്ച് നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞതാ. എന്നിട്ട് നീ കേട്ടോ? കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് വല്യണ്ണനും ഞാനും തടസ്സം പിടിച്ചത് എന്തിനായിരുന്നു? അതിവിടെ എത്രത്തോളം സുരക്ഷിതമായിരിക്കുമെന്ന ഞങ്ങളുടെ ഭീതി, ഞങ്ങളുടെ ഭയം, അതിപ്പോ എന്തായി? അമ്മേ, ഇവിടെ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിലെങ്കിലും സത്യം പറയടി. കുട്ടിമണി കുഞ്ഞിനെ കൊല്ലാൻ വന്നോ? എടി, നമ്മുടെ ജീവനല്ലേടി ഈ കിടക്കുന്നത്. അതിനെന്തെങ്കിലും ദോഷം വന്നാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഒരു ദോഷവും വരാതെ നോക്കിക്കോളാം അമ്മേ. ഒരു ദോഷം വരാതെ നോക്കിയോളാന്ന്. ഓന്തിന്റെ കൂട്ട് നിറം മാറുന്ന സ്വഭാവമാ കുട്ടിമണിക്ക്. ആ കൊച്ചിനോട് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ സ്നേഹമില്ലാത്തതുകൊണ്ടോ ഒന്നും അല്ല. പക്ഷേ നമ്മൾ നമ്മുടെ കാര്യം നോക്കണ്ടേടി. അമ്മേ, അമ്മ കരുതുന്ന പോലെയുള്ള ഒരു പ്രശ്നവും ഇവിടെ ഇല്ല. സീതയെടുത്തി, ഞാനങ്ങോട്ട് വന്നോട്ടെ? എന്താ കലമോളെ? എനിക്കങ്ങോട്ട് വരാമോ സീതയെടുത്തി? അതിനിപ്പോ എന്താ കുഴപ്പം? ഇവിടെ രഹസ്യം പറച്ചിലൊന്നുമില്ല. വാ. ആന്റി ചോദിച്ചായിരുന്നു സീതയെടുത്തിയോട്. ഓ, അപ്പൊ അതാ കാര്യം. കലമോളാ ഉള്ളതും ഇല്ലാത്തതും എല്ലാം കൂടെ പറഞ്ഞു കൊടുത്തതല്ലേ? ദേ സീതയെടുത്തി, എന്നെ അങ്ങനെ മോശക്കാരിയായിട്ട് കാണരുത് കേട്ടോ. ഉള്ളതും ഇല്ലാത്തതും ഒന്നോ? ഞാൻ എന്തില്ലാത്ത കാര്യോ പറഞ്ഞത്? കുട്ടിമണി കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയെന്നുള്ളത് സത്യമല്ലേ? മുമ്പേ കൂടി ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അവിടെ സീതയെടുത്തി കുഞ്ഞിനെ കുളിപ്പിച്ചൊരുക്കിക്കൊണ്ടിരുന്നപ്പോ അവള് അപ്പുറത്ത് നിന്ന് കുഞ്ഞിന്റെ തലയടിച്ചു പൊട്ടിക്കാൻ കല്ലും കൊണ്ട് നിന്ന കാര്യം. അയ്യോ എന്റെ ദൈവമേ, അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായോ? ആ ഉണ്ടായി ആന്റി. ഞാനത് പറഞ്ഞെന്നേ ഉള്ളൂ. അല്ലെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാവത്തില്ല. അവര് കുട്ടിമണിയുടെ ഭാഗത്ത് നിന്ന് കുട്ടിമണിയെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. അവസാനം ഈ കിടക്കുന്ന പാവം കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമ്പം രണ്ടുപേരും കണ്ണും കണ്ണും നോക്കിയിരുന്ന് കരയും. അയ്യോ, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. അങ്ങനെയൊന്നും പറയാതിരിക്കണമെങ്കിലേ മനുഷ്യന് പറയുന്നത് മനസ്സിലാക്കാനുള്ള ബോധവും വിവേകവും ഒക്കെ വേണം. ഒരു കൊച്ചു കുഞ്ഞല്ലേ ഇത്. ശത്രു വന്നാലും മിത്രം വന്നാലും അതിന് ചിരിക്കാനല്ലേ അറിയാവൂ, പിന്നെ വിശക്കുമ്പം കരയാനും. അപ്പോ അതിനെ കുട്ടിമണി ഉപദ്രവിക്കാൻ വരുമ്പോ എണീറ്റ് ഓടാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ ആരാ അത് മനസ്സിലാക്കേണ്ടത്? കുഞ്ഞിന്റെ അച്ഛനും അമ്മയും. അവരപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. അതിനകത്തും അവര് ന്യായങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുവോ? ഞാൻ ഈ പറയുന്ന സത്യമല്ലേ സീതയെടുത്തി? പറ, സീതയെടുത്തി തന്നെ പറ. അവിടെ ഇരിപ്പ് കണ്ടില്ലേ? എനിക്ക് കണ്ടിട്ട് തന്നെ ദേഷ്യം വരുവാ. കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ സങ്കടം. ആന്റി വന്നേ, എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ കലമോളെ? എനിക്ക് പറയാനുള്ളത് സീതയെടുത്തിയുടെ അമ്മയോടാ. എന്തായാലും സീതയെടുത്തിക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ഞാൻ പറയത്തില്ലല്ലോ. ആന്റി വന്നേ, പറയട്ടെ. വാ, വന്നേ, വാ. ആന്റി ഒന്ന് വാ. എന്താ മോളെ? വന്നേ. വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെ ആന്റി, ഈ വീട്ടില് പ്രശ്നങ്ങളേ ഉള്ളൂ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആന്റിക്ക് അറിയാവുന്നല്ലേ? കുട്ടിമണി കുഞ്ഞിനെ കൊല്ലുന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. അത് സീതയെടുത്തിക്കും ബാലേട്ടനും മനസ്സിലായിട്ടുമുണ്ട്. അതൊരു കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാല്, ഇവിടുത്തെ ശാരദാമ്മയുടെ ആത്മാവേ വെറും ആത്മാവല്ല, ദുരാത്മാവാ. അതുണ്ടാക്കി വെക്കുന്ന ഉപദ്രവങ്ങളാണ്. എന്റെ ആന്റി, ഒരു രാത്രി പോലും കുഞ്ഞിവിടെ കിടന്ന് സ്വസ്ഥമായി ഉറങ്ങുന്നില്ല. ആണോ? പിന്നല്ലാതെ. കുഞ്ഞിനെ കാണാൻ അച്ചമ്മയുടെ ആത്മാവ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ആൺമക്കള് രണ്ടും കൂടി ഇവിടെ കിടന്നങ്ങ് സന്തോഷിക്കുക. ഇതിനകത്തൊക്കെ വല്ല കാര്യമുണ്ടോ? നമ്മള് കുഞ്ഞിന്റെ ആരോഗ്യമല്ലേ നോക്കേണ്ടത്? ഈ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഉറക്കമല്ലേ പ്രധാനം, അല്ലേ ആന്റി? പിന്നല്ലാതെ. ആ, കുഞ്ഞുങ്ങള് വയറ് നിറച്ച് പാല് കുടിക്കുക, കിടന്നുറങ്ങുക, അത്രേ ഉള്ളൂ. ഒരു ദിവസത്തിന്റെ 3/4 പങ്കും കുഞ്ഞുങ്ങൾ ഉറങ്ങി തീർക്കണോന്നാ. 3/4 പങ്ക്? 3/4 പോയിട്ട് 1/4 പങ്ക് അതിന് ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രി മൊത്തം അതിന് ബാധയുടെ ശല്യം, അല്ലാത്തപ്പം ഭ്രാന്തിയുടെ ഉപദ്രവം. എന്റെ ആന്റി, ഒന്നുകിൽ ആ മനസ്സജിനും കുട്ടിമണി ഇവിടുന്ന് മാറണം, അല്ലെങ്കിൽ ബാലേട്ടനും സീതയെടുത്തിയും നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് നിർത്തണം. ഇനി അവിടെ വന്ന് നിൽക്കാൻ ബാലേട്ടന് പ്രയാസമാണെങ്കിൽ ഒരു വാടക വീടെടുക്കാൻ പറയും.
ഇതൊക്കെ കൂടി സംസാരിക്കാനാ വല്യണ്ണം വന്നത്. സംസാരിച്ച നല്ല കാര്യം, ഇല്ലെങ്കിൽ നാളെ വലിയൊരു ദുഃഖം നമ്മൾ അനുഭവിക്കേണ്ടി വരും. കണ്ടല്ലോ, ഇവിടുത്തെ പറമ്പിൽ ഒരു കൊച്ചു കുഴിമാടം. അത് കുട്ടിമണിയെ കാണിക്കാൻ ചെയ്തതാ. ഇങ്ങനെ പോയാ അങ്ങനെ യഥാർത്ഥ ഒരു കുഞ്ഞിനെ കുഴിച്ചിടേണ്ടി വരും. അയ്യോ കലമോളെ, നീ ഇങ്ങനെയൊന്നും പറയല്ലേ. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റത്തില്ല. എന്റെ ആന്റി, ചില സത്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അത് വലിയ ദുരന്തങ്ങളിലേക്ക് പോകും. അതുകൊണ്ടാ ഇവിടുത്തെ കിണറ്റിനകത്തുനിന്ന് തുടങ്ങുക വയലോരം വീടിന്റെ ദുർവിധി. അതിനകത്തൊരു പ്രേതം, അകത്തെ മുറിക്കകത്ത് മറ്റൊരു പ്രേതം. അത് കൂടാതെ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും സങ്കല്പമാണെങ്കിലും അവിടെ കിടക്കുന്ന കുഴിമാടം, അതിലൊരു കൊച്ചുകുഞ്ഞിന്റെ ആത്മാവും ഇല്ലേ? അപ്പോ അതിന്റെ കൂടെ ജനിച്ച ഒരെണ്ണത്തിനെ കൊണ്ടുപോവാൻ അതും ഇവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കത്തില്ലേ? ഈ ബാധയെല്ലാം കൂടി ചെന്ന് കയറിയിരിക്കുന്നത് കുട്ടിമണിയുടെ തലയ്ക്കകത്ത്. പ്രേതവും ബാധയും ഭ്രാന്തും എല്ലാം കൂടെ വന്നപ്പോ ഇനി ആ പെണ്ണ് എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. അവളെ കണ്ടില്ലല്ലോ ഇവിടെ വന്നതിന് ശേഷം. അയ്യോ, കാണാത്ത കുറ്റേ ഉള്ളൂ. ഇപ്പോഴേ പുതിയ കെട്ടിലും മട്ടിലും ഒക്കെയാ പാന്റും ഷർട്ടും ഒക്കെ ഇട്ട് ഇതിലെ നടക്കുന്നുണ്ട്. നമ്മളെ കണ്ട ചിരിക്കുകയും സ്നേഹം കാണിക്കുകയും ഒക്കെ ചെയ്യും. ഓരോ നേരത്തും ഓരോ സ്വഭാവം. നേരിട്ട് ചാടിക്കയറി വന്ന് കുഞ്ഞിനെ ഉപദ്രവിക്കുകയൊന്നുമല്ല. ഞാൻ നയത്തിലൊന്ന് ചോദിച്ചു, എന്താ കുട്ടിമണി, നിനക്ക് കുഞ്ഞിനെ ഇഷ്ടമല്ലേന്ന്. അപ്പൊ അവള് പറയുവാ, ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു കുഞ്ഞിനെ വല്യേച്ചിയുടെ കയ്യിൽ നിന്ന് മേടിക്കും. എന്നിട്ട് അതിനെ തറയിൽ ഒറ്റ അടി കൊടുക്കും. എന്റെ ദൈവമേ, സീത ഒരു പൊട്ടിയ. കുഞ്ഞിനെ ചോദിച്ച ദയ കരുതി അവള് കൊടുക്കുകയും ചെയ്യും. ആ, കൊടുത്താ പിന്നെ ഒറ്റ നിമിഷം മതി അവള് കുഞ്ഞിനെടുത്താ ഭിത്തിയിലെറിയും, അല്ലെങ്കിൽ ബക്കറ്റിലെ വെള്ളത്തിൽ കൊണ്ട് മുക്കി വെക്കും. എനിക്ക് കേട്ടിട്ട് തല കറങ്ങുന്നു. ആന്റി ടെൻഷൻ അടിക്കണ്ട, കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാ മതി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ആ അവസ്ഥയ്ക്കുള്ള പ്രതിവിധി നോക്കുക. എന്തായാലും ഇതിനൊരു പ്രതിവിധി വേണം മോളെ. വല്യണ്ണനോട് ഞാൻ പറയാം. ആ, ആന്റി ചെന്ന് വേഗം പറ. കാര്യങ്ങൾക്കെല്ലാം ഒരു നടപടി ഉണ്ടാവട്ടെ. ഒരു പൊടി കുഞ്ഞിന്റെ കാര്യമാ. ചെല്ല്. അങ്ങനെ കമ്പക്കെട്ട് വീണ്ടും കത്തിത്തുടങ്ങി. ദാമേ, ഇതെന്നതാ കൊച്ചേ, തണുത്തതോ ചൂടോ? ഈ ചൂടത്താരെങ്കിലും ചൂടുള്ളത് കുടിക്കുവോ? മോരും വെള്ള. ആ, മോരും വെള്ളമെങ്കിൽ മോരും വെള്ളം. ഞാൻ കുടിച്ചോളാം. ആ, നിൽക്കു കൊച്ചേ, പോകാൻ വരട്ടെ. നിങ്ങൾ രണ്ടുപേരോടായി ചിലത് പറയാനുണ്ട്. ഹാ, ദേ അവള് പിന്നെയും കൊച്ചിനെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. പിന്നെ എനിക്ക് കൊച്ചിനെ എടുക്കണ്ടേ? നമ്മളിപ്പോ പോകില്ലേ വല്യണ്ണ, വല്ലപ്പോഴും അല്ലേ വരത്തുള്ളൂ. അല്ല, അങ്ങനെ അങ്ങ് പറയാൻ വരട്ടെ. നമുക്ക് കുഞ്ഞിനെയും കൂടെ കൊണ്ടങ്ങ് പോയാലോ? എന്താ പറഞ്ഞത്? കുഞ്ഞിനെയും കൊണ്ട് പോകാനോ? കാര്യമായിട്ടാണോ? ആ, കാര്യമായിട്ട് തന്നെ. ഈ വീട്ടിൽ സുരക്ഷിതമായി ഈ കുഞ്ഞ് ജീവിക്കുമെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു സംശയം? എന്തു പറ്റി? അത് ഞാൻ പറയണോ ബാല? എൻ്റെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കണോ? എന്തിയേ ബാലൻ്റെ പെങ്ങളും? സാധാരണ ഞങ്ങൾ വരുമ്പം കോലുമുട്ടായി ഗതമുട്ടായി എന്നൊക്കെ പറഞ്ഞ് വരുന്നതാണല്ലോ. ഇപ്പം ഗതയും വേണ്ട, വടിയും വേണ്ട. അത് പിന്നെ അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അറിയാമല്ലോ ബാല. എല്ലാവർക്കും അവരവരുടെ രക്തം വലുതാണ്. ഈ ചോരയ്ക്ക് പച്ചവെള്ളത്തേക്കാൾ കട്ടി കൂടുമെന്ന് പറയുന്നത് വെറുതെ അല്ല, അത് സത്യം തന്നെയാ. ബാല, കുട്ടിമണിയോട് ഞങ്ങൾക്ക് ആർക്കും ഒരു ഇഷ്ടക്കേടുമില്ല. അവളെ ഒത്തിരി ഇഷ്ടമാണ് താനും. അവൾ ഇവിടുന്ന് ഇറങ്ങി ഞങ്ങളോടൊപ്പം താമസിച്ചപ്പോ പൊന്നുപോലെ നോക്കിയതാ ഞങ്ങള്. ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നം അത് കുട്ടിമണി ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്നു. അത് ബുദ്ധിമുട്ടാ. എന്ത് ബുദ്ധിമുട്ട്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ചു പറയണം. ബാല, പൊട്ടം കളിക്കല്ലേ. ഈ നിൽക്കുന്ന നിന്റെ ഭാര്യ പറയട്ടെ. നീ പ്രസവിച്ച കുഞ്ഞ് ഇവിടെ സുരക്ഷിതയാണോടി? ആണോ? അത് അമ്മാമേ. എന്തോന്നത്? സ്വന്തം കുഞ്ഞിന്റെ കാര്യം പറയാൻ നീ എന്തിനാണ് ഇന്ന് വെക്കുന്നത്? നിന്റെ ഭർത്താവിനോട് അത് പറയാൻ എന്താണ് മടി? നീ പറഞ്ഞാലല്ലേ ബാലൻ കാര്യങ്ങൾ അറിയൂ. ബാലൻ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നവനാ. ഇവിടെ എന്തൊക്കെ നടക്കുന്നു എടുക്കുന്നു എന്ന് അവൻ അറിയത്തില്ല. നീ പറഞ്ഞാലേ കാര്യങ്ങൾ ബാലൻ അറിയൂ. സീതയുടെ അമ്മാമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. കുട്ടിമണിയുടെ ഭാഗത്ത് നിന്ന് കുറെ കാര്യങ്ങൾ അതൊക്കെ പറയുന്നത് മാത്രമാ.
കുട്ടിമണി കുഞ്ഞിനെ ഉപദ്രവിക്കാൻ വന്നു എന്നൊക്കെ. അവള് കൊച്ചിനെ കാണാൻ വന്നതാണോ കൊല്ലാൻ വന്നതാണോ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അവക്ക് കുഞ്ഞിനോടെന്താ ഈർഷ്യയുണ്ട്, അത് സത്യമാണ്. ആ അത് സത്യമാണല്ലോ. ഈർഷ്യയുള്ളവരെ കുഞ്ഞിനെ സ്നേഹിക്കാനായിട്ട് കാണാൻ വരത്തില്ലല്ലോ. ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുഞ്ഞിനെയും സീതയും കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാം. പറ്റുമെങ്കിൽ ബാലൻ അവിടെ വന്നേക്ക്. എനിക്ക് പറ്റത്തില്ലെങ്കിലോ? നിങ്ങളെന്താ സീതയും ഞാനോടുള്ള ബന്ധം വേർപെടുത്തി കുഞ്ഞിനെ അവളെയും കൊണ്ട് വീട്ടിലേക്ക് അങ്ങ് പോവോ? ബാലേട്ടാ, വഴക്ക് വേണ്ട ബാലേട്ടാ. അല്ലാതെ പിന്നെ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാ ഞാൻ. നിന്നെ കൂടെ നിർത്തി നോക്കുന്ന ആളാ ഞാൻ. ഈ കുഞ്ഞിന്റെ അച്ഛനാ ഞാൻ. എനിക്കൊരു വിലയില്ലേ? നിന്നെയും കൊച്ചിനെയും കൊണ്ടങ്ങ് പോയേക്കാന്ന്. നീ വന്നപ്പോ ഈ കൊച്ചിനെയും കൊണ്ട് വന്നതൊന്നല്ലോ. ബാല, വൃത്തികേട് സംസാരിക്കരുത്. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. പരമാവധി എന്നല്ല, 100ൽ 99% മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരാളാ ഞാൻ. പക്ഷേ എന്റെ ഉമ്മറത്ത് വന്നു നിന്ന് എന്റെ നെഞ്ചത്ത് കൊരണ്ടിപ്പലകയിട്ട് എന്റെ അഭിമാനത്തിന് വില പറയരുത്. അങ്ങനെ ബാലൻ സംസാരിക്കാൻ എന്തുവാ? ആര് ബാലന്റെ നെഞ്ചത്ത് കയറിയെന്ന്? ഞങ്ങളുടെ കൊച്ചിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. നിങ്ങളുടെ കൊച്ചത് നിങ്ങൾ 100 പ്രാവശ്യം പറയുന്നുണ്ടല്ലോ. എന്തായാലും കൊച്ചിന്റെ അച്ഛൻ ഞാനല്ലേ. എനിക്ക് ദണ്ണമില്ലാതെ വരത്തില്ലല്ലോ, ഉത്തരവാദിത്വമില്ലാതെ വരത്തില്ലല്ലോ. എന്റെ പൊന്നു ബാല, പറയുന്നൊന്നും മനസ്സിലാക്ക്. കുഞ്ഞിന്റെ സുരക്ഷിതത്വം ഓർത്ത് ഒന്ന് മാറി നിൽക്ക്. കുഞ്ഞിന് പ്രാപ്തിയാകുന്നത് വരെ മനസ്സിജനെയും കുട്ടിമണിയെ ഇവിടുന്ന് മാറ്റി നിർത്തണമെന്ന് പറയാനുള്ള അവകാശം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് പറയുക, എന്തെങ്കിലും കാര്യം പറയുമ്പോ വഴക്കിട്ടിട്ട് കാര്യമുണ്ടോ? നാളെ എന്തെങ്കിലും അബദ്ധം പറ്റിയാ ജീവിതകാലം മുഴുവൻ നമ്മൾ ദുഃഖിക്കണ്ടേ? അല്ലാതെ ബാലനോടുള്ള ദേഷ്യം കൊണ്ട് കുഞ്ഞിനെ സീതേനെ ബലമായി പിടിച്ചു പറിച്ചുകൊണ്ട് പോകാനൊന്നും വന്നതല്ല. എനിക്കിതിലൊന്നും പറയാനില്ല. എന്റെ കുഞ്ഞിന്റെ സുരക്ഷിതത്വം എന്റെ ഉത്തരവാദിത്വമാണ്. അത് ഞാൻ നോക്കിക്കോളാം. എന്താ സീതേ, നിനക്ക് കുഞ്ഞിനെ കൊണ്ട് പോണോ? അതിന് നീ വിളിച്ചു വരുത്തിയതാണോ ഇവരെ? ബാലേട്ടാ, ചുമ്മാ ഓരോന്ന് പറയല്ലേ. ബാല, എഴുതാപ്പുറം വായിക്കണ്ട. ഞങ്ങൾ എന്ത് പറഞ്ഞാലും ബാലന് ദേഷ്യമാണ്. ഒരു കാര്യം ചെയ്, സീതയ്ക്കിട്ട് ഇപ്പം 2 എണ്ണവും കൊടുക്ക്. അരിശം തീരട്ടെ. വീണ്ടും പറയുക, ഞങ്ങൾക്ക് ഞങ്ങളുടെ ചോരയുടെ കാര്യത്തിൽ ആദ്യമുണ്ട്. ബാലന് ബാലന്റെ പെങ്ങളല്ലേ വലുത്. നിങ്ങൾ ചോരാന്ന് കുറെ പ്രാവശ്യം ആയല്ലോ പറയുന്നു. നിങ്ങൾ ഈ നിൽക്കുന്ന പെങ്ങള് സീതയുടെ അമ്മ വിധവയായപ്പോ നിങ്ങൾ അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ആളല്ലേ അല്ലേ? എന്റെ പെങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിതമൊന്നും മാറ്റിവെച്ചില്ലെങ്കിലും അവളെ ഒന്ന് പരിഗണിക്കെങ്കിലും വേണം എനിക്ക്. ആഹാ, അതെ, ഇവിടെ എല്ലാവരും വന്നിട്ടും കുട്ടിമണി എന്താ പുറത്തോട്ട് വരാത്തെ? ദേ, വല്യച്ചിയുടെ അമ്മമ്മ പുറത്തു വന്നിരിക്കുന്നു. മുമ്പത്തെ പോലെ ഗതമുട്ടായി കൊണ്ടുവന്നൊന്ന് പോയി ചോദിക്കേ. ഓ, എനിക്ക് ആരുടെ മുട്ടായി ഒന്നും വേണ്ടേ? അല്ലെങ്കിൽ ഇപ്പം കിട്ടും. കുട്ടിമണിയെ കണ്ടാ തല്ലി കൊല്ലൂന്ന് അവര് പറയുന്നേ. അല്ല, എന്നോട് എന്തിനാ അവര് വഴക്കിന് വരുന്നേ? ഞാൻ അവരോട് വഴക്കിനൊന്നും പോകുന്നില്ലല്ലോ. അതെ, കുട്ടിമണി ഇവിടെ ഉള്ളത് കുഞ്ഞുവാവയ്ക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞാ അവരുടെ ബഹളം. ഇന്നലെ രാത്രി ഇവിടെ വഴക്കൊക്കെ ഉണ്ടായില്ലേ? അതിനെല്ലാം കാരണം കുട്ടിമണിയാണെന്നും പറഞ്ഞ. അതിന് ഞാൻ കുഞ്ഞാവെ ഒന്നും ചെയ്തില്ലല്ലോ. കുട്ടിമണി കുഞ്ഞുവാവയെ എന്തെങ്കിലും ചെയ്യും, കൊല്ലും എന്നൊക്കെ അവരുടെ ധാരണ. അവര് കുട്ടിമണിയെ തന്നെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുക. പിന്നെ ഈ കുറ്റം പറച്ചിൽ നിർത്താൻ ഒരു വഴിയുണ്ട്. എന്നാ വഴി? കുട്ടിമണി കുഞ്ഞുവാവയെ ഒന്നും ചെയ്യത്തില്ലെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലേലും ഞാൻ ഒന്നും ചെയ്യത്തൊന്നുമില്ല. അത് പിന്നെ കൊച്ചേച്ചിക്ക് അറിഞ്ഞൂടെ? പക്ഷേ അവർക്കാർക്കും കുട്ടിമണിയെ മനസ്സിലാവത്തില്ല. അല്ലെങ്കിൽ പിന്നെ കുട്ടിമണി എങ്ങനെ പേടിക്കൂ? എന്നെ പേടിയൊന്നുമില്ല. ഞാൻ കുഞ്ഞാവെ ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞല്ലോ. എന്ന് കുട്ടിമണി പറയുന്നു. എന്നാ ഇപ്പൊ നമുക്കറിയാലോ കുട്ടിമണിയോട് അവർക്കുള്ള ഉള്ളിലിരിപ്പ് എന്താണെന്ന്. എന്നാ കാര്യവാ? കുട്ടിമണി ചെന്നിട്ടേ കുഞ്ഞുവാവെ ഒന്ന് എടുക്കാൻ തരുമെന്ന് ചോദിച്ചേ. തരുമോ ഇല്ലെന്ന് നമുക്കറിയാലോ. തരുമെങ്കിൽ അവർക്ക് കുട്ടിമണിയോട് ദേഷ്യമൊന്നുമില്ല. തന്നില്ലെങ്കിൽ നമുക്കറിയാലോ അവർക്ക് കുട്ടിമണിയെ പേടിയാണെന്ന്. ചെന്ന് ചോദിക്കും. ഞാനൊന്നും ചോദിച്ചിട്ടില്ല. ഇതാ, കൊച്ചേച്ചി എന്തു പറഞ്ഞാലും കുട്ടിമണി അനുസരിക്കത്തില്ല. അതെ, കൊച്ചേച്ചി പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല.
ആ, കുട്ടിമണിയെ ഇങ്ങനെ കുറ്റം പറയുന്നത് കൊച്ചേച്ചിക്ക് സഹിക്കുന്നില്ല. എനിക്ക് കേൾക്കുമ്പോ അങ്ങ് സങ്കടം വരുന്നു. ഉം. കുട്ടിമണി ചെന്ന് ചോദിച്ച് കുഞ്ഞുവാവെ എടുക്കാൻ തന്നാ പ്രശ്നം തീർന്നല്ലോ. പിന്നെ വല്യേച്ചിയും വല്യേട്ടനുമായി വഴക്കും ഉണ്ടാവത്തില്ല. ആ, പിന്നെ വഴക്കുണ്ടാവത്തേയില്ലേ? ഒരു വഴക്കും ഉണ്ടാവത്തില്ല. അവര് സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യും. കുട്ടിമണി ചെന്ന് കുഞ്ഞുവാവെ എടുക്കാൻ തരൂന്ന് ചോദിക്കും. ചെല്ല് കുട്ടിമണി, ചെല്ല്. ഒന്ന് ചോദിച്ചല്ലേ? അല്ല, ഒന്നും ചെയ്യത്തില്ല എന്നും പറഞ്ഞ് ചോദിക്കല്ലേ? അതാ കൊച്ചേച്ചിയും പറഞ്ഞത്. ചെല്ല്. ഞാൻ ചോദിച്ചാ അത് വലിയത്തിനും വല്യത്തിനും തമ്മിലുള്ള വഴക്ക് തീരുമല്ലോ അല്ലേ? തീരും. എന്നാ ഞാൻ പോയി ചോദിച്ചു. എന്നാ പിന്നെ കുട്ടിമണി പോയി ചോദിക്കുക കേട്ടോ. ചോദിച്ച ഇപ്പൊ ചോദിച്ച